ഹലോ ഗൈസ്, ഇതൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഞാൻ എക്സാമിന് പോവാണ്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഇരുന്ന് പഠിക്കണമല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇതാണ് ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ്. ഒരു ജീൻസും സാധാരണ ടോപ്പും. പിന്നെ നമുക്കൊരു ബ്യൂട്ടീഷ്യൻ തുടങ്ങാം. ഞാൻ ഇന്നും തേക്കുന്ന ഒരു സാധനമാണ് ഈ അലോവേര ജെല്ല്. എൻ്റെ ഓയിലി സ്കിന്നിന് പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ. പിന്നെ വന്നിട്ട് എൻ്റെ സൺസ്ക്രീൻ ഇത് തേഞ്ഞ് വാങ്ങി പോകാൻ തുടങ്ങി. ഒന്നും ഈ വട്ടം മേടിക്കുന്ന സമയം കിട്ടിയിട്ടില്ല, ഇനി മേടിക്കണം. ഇതെനിക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്തതാണ്. എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് എനിക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്തതാണ് കേട്ടോ അത്. നിങ്ങൾ എത്ര പേര് ഈ പൗഡർ കാര്യങ്ങൾ ഇടുന്ന എനിക്കറിയില്ല, പക്ഷെ എനിക്ക് പൗഡർ ഇട്ടാലാണ് ഒരു സെറ്റപ്പ് വരുള്ളൂ. പണ്ട് മുതലേ അപ്പം പഠിപ്പിച്ചതുകൊണ്ട് എനിക്കത് ഇട്ടാലൊന്നും സെറ്റ് ആവില്ല. വേറെ എന്തൊക്കെ ഇട്ടാലും ഞാൻ ആ ഫൗണ്ടേഷൻ കാര്യങ്ങളൊക്കെ ഇടാറില്ല. എനിക്ക് പെർഫെക്റ്റ് ആണ്. പിന്നെ നമുക്ക് ഐബ്രോ ഒന്ന് ഫിൽ ചെയ്യാം. എനിക്കും എൻ്റെ അമ്മയ്ക്കും ആർക്കും ദൈവം സഹായിച്ച് അങ്ങനെ ഐബ്രോ ഒന്നും ദൈവം തന്നില്ല. അതിന് വിചാരിച്ച് എൻ്റെ ഉണ്ണിക്കും എൻ്റെ ഏട്ടനൊക്കെ എല്ലാം പോലെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഐബ്രോ കാര്യങ്ങളൊക്കെ ഒന്ന് ഫിൽ ചെയ്ത് നല്ല രീതിക്ക് ഫില്ലാവട്ടെ തൊട്ട് കഴിഞ്ഞാൽ. പിന്നെ എൻ്റെ അമ്മ പണ്ട് ചെയ്തിട്ടുള്ള ഒരു കുരുത്തങ്കരാണ് ഈ ചെറുപ്പത്തിൽ കാക്കപ്പുള്ളി വെക്കില്ല, അത് വന്നിട്ട് പൊട്ട് വെക്കുന്ന സ്ഥലത്ത് നിന്ന് എൻ്റെ മോൾക്ക് ഏത് കാലത്ത് പൊട്ടുണ്ടാവണമെന്ന് പറഞ്ഞാൽ വെച്ചെന്നാണ്. അത് നടുക്കുമല്ല സൈഡിക്കും അല്ലാത്ത രീതിക്കാണ് നിൽക്കണം. അപ്പം എനിക്ക് അതിൽ തന്നെ പൊട്ട് വെക്കും വേണം. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്നാലും കുഴപ്പമില്ല, അമ്മ ചെയ്യുന്നൊരു വലിയ ഉപകാരമായിരുന്നു എനിക്കത്. എനിക്കിഷ്ടമാണ് കേട്ടോ അത്. ഈ നെക്സ്റ്റ് മെയിൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കണ്ണ് എഴുതലാണ്. ഞാൻ ഐലൈനറൊന്നും എഴുതണില്ല, വെറുതെ എന്തിനാ ഷോപ്പിന് പോകുന്നത്, എക്സാം എഴുതാനാണല്ലോ. അടുത്തൊന്നും പഠിച്ചിട്ടൊന്നുമില്ല, വെറുതെ അറ്റൻഡ് ചെയ്തിട്ട് വരാം. പിന്നെ വന്നിട്ട് ലിപ്സ്റ്റിക് ആണ്. ഇത് ഈ വട്ടം ഞാൻ മേടിച്ചതാണ്, പക്ഷെ എനിക്കിതൊട്ടും സൂട്ട് ആയിരുന്നില്ല. പക്ഷേ ലിപ്സ്റ്റിക്കിൻ്റെ ഒരു കളക്ഷൻ തന്നെ എൻ്റെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ കളർ കൂടി എടുത്ത് ട്രൈ ചെയ്തു. പക്ഷേ ഇതെനിക്ക് പെർഫെക്റ്റ് ഓക്കെ ആയിരുന്നു, അടിപൊളി. എനിക്ക് ഇങ്ങനത്തെ ഉള്ളവർക്കാണ് കുറച്ചുകൂടി ഇഷ്ടം. ഞാൻ ഈ ഒരു ഷെയ്ഡാവുമെന്ന് വിചാരിച്ചാണ് എടുത്തത്, പക്ഷേ അത് സെറ്റ് ആയില്ല. എന്നാലും കുഴപ്പമില്ല. ഞാൻ പിന്നെ കുറച്ച് പട്ടിഷനും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എൻ്റെ വന്നിട്ട് സിന്ദൂരം തൊടലാണ്. ഞാനിപ്പോൾ സിന്ദൂരം തൊടൽ കുറച്ച് ഇടയ്ക്ക് എനിക്ക് ഓർമ്മ വരുമ്പോൾ തൊടും, അങ്ങനെയാണ്. പക്ഷെ തൊടണം എന്ന് അമ്മ പറഞ്ഞ് ഇപ്പോഴും ചീത്ത വരാറുണ്ട്. പിന്നെ ഹെൽമെറ്റ് വയ്ക്കുമ്പോൾ പരക്കണോട് ചിലപ്പോൾ ഞാൻ തൊടാറില്ല. അത് കഴിഞ്ഞ് പിന്നൊരു മെയിൻ പരിപാടി എന്ന് പറയുന്നത് മുടിവെട്ടലാണ്. ഞാൻ എന്തൊക്കെയോ പട്ടിഷോ കാണിച്ച് ചെയ്തു വെച്ചുകൊണ്ട് എനിക്ക് വലിയ എയിമൊന്നും ഇല്ല വട്ടം മുടി വെട്ടിയത്. ഈ വളർന്ന് വരണ വരെ ഞാൻ കുറച്ച് വെയിറ്റ് തന്നെ വേണം. പിന്നെ വന്നിട്ട് ഇത് ഫ്രാഗ്രൻസിൻ്റെ ഒരു സ്പ്രേ ആണിത്, സുഡിയോന്ന് മേടിച്ചതാണ്. ഇതൊക്കെ ഞാൻ ഇന്ന് തേക്കാറുണ്ട്. എനിക്ക് മണം ഒരു പ്രധാനമാണ്. എൻ്റെ അച്ഛൻ പറയും ഒരു വൃത്തിയായിട്ട മണമാണെന്ന്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യണതാണ്. പിന്നെ വാച്ച് മോളെ വേണമെന്ന തീരുമാനത്തിൽ ഞാൻ എന്ത് ചെയ്തു, വാച്ച് കെട്ടാം, ഈ ഒരു അമ്മായിലേക്ക് മാറ്റാം, വാച്ച് കെട്ടാൻ തന്നെ തീരുമാനിച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ വേറൊരു വലിയ പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ കുറേ മോതിരങ്ങൾ അടിച്ചു മാറ്റി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഇട്ട് പോയി കഴിഞ്ഞാൽ എന്നെ കണ്ട ഒരു വൃത്തിയായിട്ട ലുക്ക് തോന്നുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, വെഡിങ് റിംഗ് മാത്രമാണ് തീരുമാനിച്ചു. പിന്നെ വന്നിട്ട് മാല, ഇതൊക്കെ എനിക്കൊരു ആർഭാടാണ്. ഇത് ഏട്ടൻ്റെ വന്നിട്ട് ഞാൻ ഉരുത്തിട്ടതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ മാറ്റിയിട്ടു. പിന്നെ വന്നിട്ട് എനിക്ക് തോന്നി ഈ മുടി അഴിച്ചിടണത് സെറ്റല്ല, പിന്നെ അത് ഉണങ്ങും വേണമായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് മുടി കെട്ടി വെച്ചു. അഴിച്ചിട്ട് ഞാൻ എന്തായാലും പോയില്ല. ഇതാണ് എൻ്റെ ലുക്ക് വന്നിട്ട്. എനിക്ക് കുഴപ്പമില്ല, ഓക്കെയാണ്.